ഹലോ എവ്രി വൺ. മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സ്വാഭാവികമായും കേട്ടിട്ടുണ്ടാകുന്ന വാക്കുകളായിരിക്കും മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ ഫാക്ട് ഷീറ്റിൽ കണ്ടുവരുന്ന XIRR, CAGR, അബ്സല്യൂട്ട് റിട്ടേൺസ് എന്നിവയൊക്കെ. ആദ്യമായി ഇവയെക്കുറിച്ച് കേൾക്കുന്ന ആളുകൾക്ക് എന്താണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ളവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ ഈ ഓരോ വാക്കുകളും വളരെ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അതും എളുപ്പം മനസ്സിലാക്കാൻ പാകത്തിലുള്ള ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ. ദിസ് ഈസ് ഷയാസ് റഫിയ മൊയ്തീൻ ആൻഡ് യു ആർ വാച്ചിങ് ഗ്രോ മലയാളം. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്. നമ്മുടെ ഈ ചാനലിലുള്ള എല്ലാ വീഡിയോസും എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ വീഡിയോകളിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെഫിനിഷൻ ഓഫ് അബ്സല്യൂട്ട് റിട്ടേൺസ്, CAGR ആൻഡ് XIRR. പിന്നെ ഇവ മൂന്നിൻ്റെയും കമ്പാരിസൺ. ഇത് ഓരോന്നും എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന കാര്യം. ഈ മെഷർമെൻറ്റ്സ് വെച്ച് എങ്ങനെയാണ് സ്റ്റോക്ക് പോർട്ട്ഫോളിയോ അനലൈസ് ചെയ്യേണ്ടതെന്നും നമ്മൾ പറയും. അപ്പോൾ നമുക്ക് അബ്സല്യൂട്ട് റിട്ടേൺസ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് പരിപാടി തുടങ്ങാം. അതിനുവേണ്ടി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നമ്മൾ 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. 3 years കഴിഞ്ഞപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ 1,50,000 rupees, 1,50,000 രൂപയായി ഉയർന്നു എന്നും വിചാരിക്കാം. അതിനർത്ഥം ഇവിടെ അബ്സല്യൂട്ട് റിട്ടേൺസ് എന്നത് 50,000 rupees ആണ്. ശതമാനത്തിൽ പറയുകയാണെങ്കിൽ 50% ആണ്. അബ്സല്യൂട്ട് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്ക് നോക്കാം. അബ്സല്യൂട്ട് റിട്ടേൺ ഈക്വൽ ടു കറന്റ് മാർക്കറ്റ് വാല്യൂ മൈനസ് ഇൻവെസ്റ്റഡ് എമൗണ്ട് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റഡ് എമൗണ്ട് ഇൻറ്റു 100. നമ്മളെടുത്ത എക്സാമ്പിളിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുക. അബ്സല്യൂട്ട് റിട്ടേൺസ് ഈസ് ഈക്വൽ ടു 1,50,000 മൈനസ് 1 lakh ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100. ഇറ്റ്സ് ഈക്വൽ ടു 50%. അപ്പോൾ സംഭവം സിമ്പിളാണ്. ഇനി CAGR, കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. ഇപ്പോൾ പറഞ്ഞ ഉദാഹരണത്തിൽ 3 വർഷം എന്നത് മാറ്റി 5 വർഷം എന്നാക്കിയാലോ? അതായത് 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്ത് 5 years കഴിഞ്ഞപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ 1,50,000 rupees ആയി ഉയർന്നു. അപ്പോഴും അബ്സല്യൂട്ട് റിട്ടേൺ എന്നത് 50,000 rupees തന്നെയാണ്. ഇനി 5-ന് പകരം 10 വർഷം എന്ന് വെക്കാം. 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴും 1,50,000 rupees തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എങ്കിൽ ഇവിടെയും അബ്സല്യൂട്ട് റിട്ടേൺ സെയിം തന്നെയാണ്, 50,000 rupees തന്നെ. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 1 lakhൻ്റെ 50% തന്നെ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ വാല്യൂ പിന്നീട് ഏതെങ്കിലും ഒരു പീരിയഡിൽ എത്രമാത്രം ഉയർന്നു എന്നതിൻ്റെ ഒരു മെഷർമെൻറ്റ് മാത്രമാണ് അബ്സല്യൂട്ട് റിട്ടേൺ. ഇനി ആലോചിക്കുക, 3 വർഷം കൊണ്ട് 50,000 rupeesൻ്റെ ഉയർച്ച കാണിച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റും 10 വർഷം എടുത്ത് ഇതേ 50,000 ഉയർച്ച കാണിച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഒരേ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അബ്സല്യൂട്ട് റിട്ടേൺ വെച്ച് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് മെഷർ ചെയ്യാനാവില്ല. അവിടെയാണ് CAGR, കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്, നമ്മളെ സഹായിക്കാൻ എത്തുന്നത്. എങ്ങനെയാണ് CAGR കണക്കാക്കുക എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഫോർമുല ഇങ്ങനെയാണ്. CAGR ഈക്വൽ ടു കറന്റ് മാർക്കറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻവെസ്റ്റഡ് എമൗണ്ട് ടു ദ പവർ ഓഫ് 1/years മൈനസ് 1. നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിളിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുക. CAGR ഈക്വൽ ടു 1,50,000 ഡിവൈഡ് ബൈ 1 lakh ടു ദ പവർ ഓഫ് 1/3 മൈനസ് 1 ആൻഡ് ഇറ്റ്സ് ഈക്വൽ ടു 14.47%. ഇനി ഇതേ ഉദാഹരണത്തിൽ 3 വർഷം എന്നത് മാറ്റി 5 വർഷം എന്നാക്കിയാലോ? അതായത് 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്ത് 5 years കഴിഞ്ഞപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ 1,50,000 rupees ആയി ഉയർന്നു. അപ്പോൾ CAGR നേരത്തെ കിട്ടിയ 14.47%-ൽ നിന്നും 8.45% ആയി കുറയും. അതുകൊണ്ട് സമയം മുന്നോട്ട് പോകുന്തോറും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നറിയാനുള്ള ബെസ്റ്റ് ടൂൾ CAGR ആണ് എന്ന് പറയാം. ഒറ്റ തവണയായി നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അബ്സല്യൂട്ട് റിട്ടേണും CAGRും ഒക്കെ വർക്ക് ആവുക ഇങ്ങനെ ഒറ്റ തവണ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നുള്ള റിട്ടേൺസ് മെഷർ ചെയ്യുമ്പോൾ മാത്രമാണ്. ഇതിനു പകരം നമ്മൾ എന്തിലെങ്കിലും പല തവണകളായി നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ റിട്ടേൺസ് മെഷർ ചെയ്യാൻ ഇത് രണ്ടും മതിയാകില്ല. ഉദാഹരണത്തിന് മാസാമാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു SIP, അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിലല്ലാതെ റാൻഡമായി നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുക എക്സ്റ്റെൻഡഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന XIRR ആണ്.
ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചിലപ്പോഴൊക്കെ പിൻവലിക്കുകയും ചെയ്യുന്ന കേസുകളിലും ഇത് അപ്ലൈ ചെയ്യാമെന്നതാണ്. അതായത് ഇനി പറയുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് XIRR അപ്ലൈ ചെയ്യാം. നമ്പർ 1, ഒറ്റത്തവണയായി ഇൻവെസ്റ്റിംഗ് നടത്തുമ്പോൾ. നമ്പർ 2, ഒരു SIPയിലൂടെ കൃത്യമായ ഇടവേളകളിൽ ഇൻവെസ്റ്റിംഗ് നടത്തുമ്പോൾ. നമ്പർ 3, ഒരു സിസ്റ്റമാറ്റിക് വിത്ഡ്രോവൽ പ്ലാനിലൂടെ അഥവാ SWPയിലൂടെ ഇൻവെസ്റ്റ് ചെയ്ത പണം സിസ്റ്റമാറ്റിക്കായി വിത്ഡ്രോ ചെയ്യുമ്പോൾ. നമ്പർ 4, ഒറ്റയടിക്ക് മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റും തിരിച്ചെടുക്കുമ്പോൾ. XIRR നമുക്കൊരു എക്സാമ്പിൾ വെച്ച് കൂടുതൽ മനസ്സിലാക്കാം. പല തീയതികളിലായി നടത്തിയ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കെടുക്കാം. April 1, 2020 50,000 rupees, July 1, 2020 50,000 rupees, October 1, 2020 50,000 rupees, January 1, 2021 50,000 rupees, April 1, 2021 50,000 rupees. അങ്ങനെ 20th September 2021 ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയുടെ വാല്യൂ 3,50,000 rupees ആണ് എന്ന് വെക്കാം. അവിടെ അബ്സല്യൂട്ട് റിട്ടേൺസ് വെച്ച് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫോമൻസ് അറിയാൻ പറ്റില്ല. മാത്രമല്ല ഇവിടെ CAGR കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റില്ല. കാരണം ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് പല തവണകളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ആവശ്യം XIRR ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സൽ ഷീറ്റിലേക്ക് പോകണം. XIRR ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈക്വൽ ടു XIRR ബ്രാക്കറ്റ് വാല്യൂസ് ഡേറ്റ്സ് ഗസ് ബ്രാക്കറ്റ് ക്ലോസ്. ഈ ഫോർമുലയിലുള്ള ഓരോ ആർഗ്യുമെൻറ്റ്സും എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വാല്യൂസ് എന്ന ആർഗ്യുമെൻറ്റ് ഒഴിവാക്കാനാകാത്ത ഒന്നാണ്. ഇത് സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ വിത്ഡ്രോവൽ ഇവയുടെ വാല്യൂസിൻ്റെ അറേയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്ന റേഞ്ച് ഓഫ് സെൽസിനെ ഇത് റെഫർ ചെയ്യുന്നു എന്ന് പറയാം. അടുത്തത് ഡേറ്റ്സ്. ഇതും ഒഴിവാക്കാനാകാത്ത ഒരു ആർഗ്യുമെൻ്റ് ആണ്. ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ് ഓഫ് ഡേറ്റ്സ് ആണ് ഇത്. ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആണ്. അതിനുശേഷം നടന്ന ഔട്ട് ഗോയിങ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻകംസിൻ്റെ ഡേറ്റുകളാണ് പിന്നീട് വരുന്ന ഡേറ്റുകൾ. അടുത്തത് ഗസ്. ഇതൊരു ഓപ്ഷണൽ ആർഗ്യുമെൻ്റ് ആണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇതൊരു ഇനീഷ്യൽ ഗസ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ആണെന്ന് പറയാം. നമുക്ക് കിട്ടാൻ പോകുന്ന XIRR എത്ര ആയിരിക്കും എന്ന ഗസ്. ഇത് നമ്മൾ കൊടുക്കാതിരുന്നാൽ എക്സൽ ഡിഫോൾട്ടായി അതിൻ്റെ വാല്യൂ 10% എന്ന് എടുക്കും. അപ്പോൾ തൊട്ട് മുൻപ് പറഞ്ഞ എക്സാമ്പിളിൽ ഈ മെത്തേഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന XIRR 40.40% ആണ്. ആൻഡ് ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയായിരിക്കും എന്നും നമുക്ക് നോക്കാം. April 1, 2020 50,000 rupees, July 1, 2020 50,000 rupees, October 1, 2020 50,000 rupees, January 1, 2021 50,000 rupees, April 1, 2021 50,000 rupees. September 20, 2021 minus 3,50,000. ഇതിൽ നോക്കുമ്പോൾ കാണാം നിലവിലെ വാല്യൂ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നത് നെഗറ്റീവ് ആയിട്ടാണ്, -3,50,000. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000 rupees 5 തവണകളായി 5 ഡിഫറെൻറ്റ് ഡേറ്റുകളിലായി ഇൻവെസ്റ്റ് ചെയ്ത നമ്മുടെ പോർട്ട്ഫോളിയോ നിലവിലെ വിലയായ 3,50,000 ലിക്വിഡേറ്റ് ചെയ്താൽ അഥവാ പിൻവലിച്ചാൽ നമ്മൾ ഏൺ ചെയ്ത XIRR 40.40% ആയിരിക്കും എന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ XIRR കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇതേ എക്സാമ്പിളിൽ ചെറിയൊരു വ്യത്യാസം വരുത്താം നമുക്ക്. ഏതോ ഒരു ഡേറ്റിൽ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ വിത്ഡ്രോവലാണ് ചെയ്തത്. ആ കേസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡേറ്റ് ഓർഡറിൽ തന്നെ കൊടുക്കുക. എന്നിട്ട് ആ ഡേറ്റിൽ പിൻവലിച്ച എമൗണ്ടിൻ്റെ വാല്യൂ ആർഗ്യുമെൻറ്റ് കൊടുക്കുമ്പോൾ അത് നെഗറ്റീവായി കൊടുക്കുക. ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം പോസിറ്റീവ്, വിത്ഡ്രോവൽ എല്ലാം നെഗറ്റീവ്. ഇനി നമുക്ക് ഈ പറഞ്ഞതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത ഒരു ചാർട്ട് വെച്ച് ഇത് മൂന്നും കമ്പയർ ചെയ്യാം. അബ്സല്യൂട്ട് റിട്ടേൺസ് എന്നത് അബ്സല്യൂട്ട് ഗ്രോത്തിൻ്റെ ഒരു മെഷർ മാത്രമാണ്. അതേസമയം CAGR എന്നത് ഗ്രോത്തിൻ്റെ കോമ്പൗണ്ട് റേറ്റിൻ്റെ മെഷറാണ്. ഇനി XIRR എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് പീരിയഡിലെ ഓരോ ക്യാഷ് ഫ്ലോയിലൂടെയും ഉണ്ടായ ഏർണിങ്സിൻ്റെ ആവറേജ് റേറ്റാണ്. അബ്സല്യൂട്ട് റിട്ടേണും CAGRും മൾട്ടിപ്പിൾ ക്യാഷ് ഫ്ലോയിനെ കൺസിഡർ ചെയ്യുന്നില്ല. അതേസമയം XIRR ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അടുത്തത് ഒന്നാമത്തേത് അബ്സല്യൂട്ട് റിട്ടേൺ ആണെങ്കിൽ CAGR എന്ന് പറയുന്നത് ഒറ്റ തവണ
നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആനുവലൈസ്ഡ് റിട്ടേൺ ആണ് നമുക്ക് നൽകുന്നത്. അതേസമയം XIRR എന്ന് പറയുന്നത് എല്ലാത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളുടെയും ആനുവലൈസ്ഡ് റിട്ടേൺ ആണ്. അബ്സല്യൂട്ട് റിട്ടേണിലേക്ക് വരുമ്പോൾ ക്യാഷ് ഫ്ലോ 2 തവണ മാത്രമേ സംഭവിക്കുന്നുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും റിഡീം ചെയ്യുമ്പോഴും. CAGRലും ഇങ്ങനെ തന്നെ. പക്ഷേ XIRRലേക്ക് വരുമ്പോൾ ക്യാഷ് ഫ്ലോ എത്ര തവണ വേണമെങ്കിലും ആവാം. അത് ഇൻവെസ്റ്റ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ വിത്ഡ്രോവൽ ആവാം. അബ്സല്യൂട്ട് റിട്ടേണിനെ സംബന്ധിച്ച് അതൊരു കറക്റ്റ് മെഷർമെൻ്റ് ആവണമെങ്കിൽ ഒറ്റ തവണയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആവണം. CAGRലും ഇങ്ങനെ തന്നെ. അതേസമയം XIRR ആവുമ്പോൾ ഒറ്റ തവണയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും SIP പോലെ പല തവണയായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലും ഇത് നമുക്ക് കറക്റ്റ് മെഷർ നൽകുന്നു. ഇനി ഇവയിൽ ഓരോന്നും എപ്പോഴൊക്കെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഒറ്റത്തവണ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കുറച്ച് വർഷങ്ങൾക്കു ശേഷമുള്ള റിട്ടേൺസിനായി അബ്സല്യൂട്ട് റിട്ടേൺസ് ആൻഡ് CAGR നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെയൊന്നും XIRR കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ XIRR ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ തന്നെ സെയിം റിസൾട്ടാണ് കിട്ടുകയും ചെയ്യുക. പക്ഷേ മൾട്ടിപ്പിൾ ക്യാഷ് ഫ്ലോസ് വരുന്ന കേസ് ലൈക്ക് SIP അല്ലെങ്കിൽ ഒരു റാൻഡം ഫാഷൻ, അവിടെയൊക്കെ XIRR മാത്രമാണ് പ്രോപ്പറായി ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള നമ്മുടെ ടൂൾ. ഇനി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിനല്ലാതെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോക്ക് വേണ്ടി ഈ സെയിം മെഷേഴ്സ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയാം. ഇത്രേ പറയാനുള്ളൂ. ഇവിടെയും ഇവ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലെ പോലെ തന്നെ ഉപയോഗിക്കാം. നമ്മൾ ആകെ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഡിഫറെൻറ്റ് ഡേറ്റുകളിലായി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടുകൾ കൃത്യമായി ട്രാക്ക് ചെയ്യുക. എന്നിട്ട് ഏത് ദിവസമാണോ പെർഫോമൻസ് മെഷർ ചെയ്യേണ്ടത് അന്നത്തെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ മനസ്സിലാക്കുക, ഇത് അപ്ലൈ ചെയ്യുക. മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് രംഗത്തെ ഒരു പഴയ ചൊല്ലുണ്ട്, വാട്ട് ഗെറ്റ്സ് മെഷേർഡ് ഗെറ്റ്സ് മാനേജ്ഡ്. കൃത്യമായി മെഷർ ചെയ്യപ്പെടുന്നത് കൃത്യമായി മാനേജ് ചെയ്യാനും പറ്റുമെന്ന്. ഇത് ഇൻവെസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലും കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അത് ഏതോ ആയിക്കോട്ടെ, ശരിയായ മെട്രിക് ഉപയോഗിച്ച് അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.